Hey my dears, welcome to your channel. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്പായിട്ടാണ്, ഒരു DIY ആണ്. DIY എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്. DIYs പൊതുവെ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, വീട്ടിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ട് സ്കിൻ കെയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫേസ് ജെല്ലാണ് കേട്ടോ. ഒരു മാജിക് ജെൽ എന്ന് പറയാം. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രോബ്ലംസിനും ഒരു ഒറ്റ സൊല്യൂഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സൺടാൻ മാറാനും പിഗ്മെന്റേഷൻ മാറാനും പിന്നെ എന്താ പറയാ റിങ്കിൾസ് വരുന്നത് തടയാനും പിന്നെ ഫൈൻ ലൈൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസ് ഒക്കെ പോകാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് സ്യൂട്ടബിൾ ആണ്. എങ്കിൽ കൂടെ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം. നമ്മൾ എന്താ പറയാ കൈയുടെ എവിടെയോ അല്ലെങ്കിൽ ഫേസിന്റെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ വരുന്നുണ്ടോ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇത് നമുക്ക് രാവിലെ അല്ലെങ്കിൽ രാത്രി യൂസ് ചെയ്യാം. ഒരു 20 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്. ഇത് നമുക്ക് അടുത്ത ഷോപ്പുകളിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ എന്താ പറയുക ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. ഇതുപോലെയുള്ള 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് അതിലിട്ട് ഇളക്കി കൊടുക്കുകയാണ്. വെള്ളം തിളച്ച് വരുമ്പോഴാണ് അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഇത് പതഞ്ഞ് പൊങ്ങാൻ തുടങ്ങും. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇത് പതഞ്ഞ് പൊങ്ങാൻ തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ അത് സ്പൂണിലെടുത്ത് നോക്കുമ്പോൾ അതൊരു ജെൽ ടൈപ്പിൽ വരുന്നത് കാണാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് എന്താ പറയുക തണുക്കാനായിട്ട് വെക്കാം, എന്നിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമുക്കിനി ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെൽ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒന്ന് ഫേസ് വാഷ് ചെയ്യാൻ ഞാൻ പുറത്തൊക്കെ പോയി വന്നതാണ്. നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം. നമ്മളൊരു ഫേസ് വാഷ് പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ വാങ്ങിക്കുന്നതാണെങ്കിൽ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. ഞാൻ യൂഷ്വലി ഫേസ് വാഷ് പൗഡർ ഞാൻ വീട്ടിൽ തന്നെ DIY ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. നമുക്കിതൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഡ്രൈ ആണ് ചെയ്യാറ്. ഞാൻ അങ്ങനെ എന്താ പറയുക ക്ലോത്ത് വെച്ചൊന്നും തുടക്കാറില്ല. അതാണ് നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിവേ നമുക്ക് എന്തായാലും നമ്മുടെ എന്താ പറയുക ഫ്ലാക്സീഡ് ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഉണ്ടാക്കിയത് കുറച്ച് അധികം ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അധികം കാണിച്ചാൽ അത് താഴെ പോവും. ഒരു 1 വീക്ക് നമുക്ക് യൂസ് ചെയ്യാനുള്ളതുണ്ടാവും. നമ്മളൊരു ബോട്ടിലാക്കിയിട്ട് ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ഡെയിലി യൂസ് ചെയ്യാം. ഡെയിലി നമുക്ക് മോർണിംഗോ അല്ലെ നൈറ്റോ യൂസ് ചെയ്യാം. നൈറ്റ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ പുറത്തൊക്കെ പോകാനുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ ഫേസിന് നല്ലൊരു റിഫ്രഷ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് കുറച്ച് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ, ബാക്കി ഞാനത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴുത്തിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ രണ്ടും 2 കളറായിട്ട് വരും. നമ്മുടെ ഫേസിലൊക്കെ ഉള്ള പാടുകളൊക്കെ മാറി ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ പഴയൊരു കളർ തിരിച്ചു കിട്ടുമല്ലോ. അപ്പോൾ രണ്ടും 2 കളറായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നു. എന്താ പറയാ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ ക്ലിയർ ആവും, ബ്രൈറ്റ് ആവും. പിന്നെ നമ്മുടെ ഇങ്ങനെ കാണുന്ന കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകളൊക്കെ, അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.